സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സമ്മേളന നഗരിയിൽ നിന്ന്, മധുരയിൽ നിന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളന നഗരിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്നലത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ അതിനുള്ള ഉത്തരം ഇന്നലെ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് 2 മണിക്കൂർ വൈകി. അതുമാത്രമല്ല, ഒരക്ഷരം സംസാരിച്ചതുമില്ല. മധുരയിൽ ഉണ്ടാകേണ്ട CPIM-ന്റെ MP-മാരെല്ലാം വളരെ ചെറുതാണവർ, പക്ഷേ അവരുടെ ആശയം വളരെ വലുതാണ്. അതിൻ്റെ കരുത്തിൽ അവർ സഭയിൽ ഇന്നലെ വ്യക്തമായ നിലപാട് ഈ വിഷയത്തിൽ പറയുന്നതും കണ്ടു. ഇതിനപ്പുറം ഒരു സാക്ഷ്യം വേണോ? എന്താണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം എന്ന് പറയാൻ? തീർച്ചയായും മനു, പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നുയരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളും വളരെ ശ്രദ്ധേയമാണ്. നേതാക്കന്മാർ, ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന CPIM-ന്റെ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ CPIM-ന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസും CPIM തമ്മിലുള്ള വ്യത്യാസം. രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് ഹൗസിലാണ്. ഇവിടെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം താമസിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രതികരണത്തിന് വേണ്ടിയാണ് ഹോട്ടലിന് പുറത്ത് കാത്തു നിൽക്കുന്നത്. അല്പം മുമ്പ് തോമസ് ഐസക് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. തോമസ് ഐസക് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡില്ല. അതായത് ഈ ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ അവിടെയുള്ള മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചാലാണ് അവിടെ നിന്നും വോട്ട് കിട്ടുക. അതുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ മതേതരത്വം പറഞ്ഞാലാണ് വോട്ട് കിട്ടുക. അതുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു. മതേതരത്വത്തിൻ്റെ നിലപാട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടില്ലായ്മ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ CPIM ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട്, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ പ്രത്യേകത. പാർട്ടി കോൺഗ്രസുമായി അത് ചേർത്ത് വായിക്കുമ്പോൾ, നേരത്തെ ഈ 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് നമ്മൾ എത്തുമ്പോൾ 23-ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള പാർട്ടി കോൺഗ്രസുകളിലും അവതരിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പ്രമേയങ്ങളും അവിടെ സ്വീകരിച്ചിട്ടുള്ള നയ സമീപനങ്ങളും എല്ലാം തന്നെ അതിൽ നിന്നും അണുകിട പോലും വ്യത്യാസം വരാത്ത രീതിയിൽ അത് നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ CPIM-ന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട, അതായത് പാർട്ടി കോൺഗ്രസിൻ്റെ തന്നെ ഈ നടപടിക്രമങ്ങളിലെ അജണ്ടകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. ഇന്ന് ആ ചർച്ചയാണ് നടക്കുന്നത്. ഇന്നലെ ഗ്രൂപ്പ് ചർച്ച പൂർത്തിയായി. അതിനുശേഷമാണ് ഇന്ന് പൊതു ചർച്ചയിലേക്ക് കടക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കേരള ഘടകത്തെ, ഓരോ ഘടകത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുക. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് 8 പ്രതിനിധികളാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. CPIM-ന്റെ ഈ കരട് രാഷ്ട്രീയ പ്രമേയം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കുകയും അതിന് ശേഷം പിന്നീട് പാർട്ടി പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളിൽ നിന്ന് പോലും അഭിപ്രായം അവർക്ക് അറിയിക്കാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ, ഭേദഗതികളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക റിപ്പോർട്ട് കൂടി ഇന്നലെ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ 3 റിപ്പോർട്ടുകൾ, വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു. ഒന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസിന് ശേഷം ഇതുവരെയുള്ള നയസമീപനങ്ങളെ സംബന്ധിച്ച വളരെ വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ്. മറ്റൊന്ന് കരട് രാഷ്ട്രീയ പ്രമേയമാണ്. അതായത് CPIM-ന്റെ രാഷ്ട്രീയ നയം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതാണ് ഈ റിപ്പോർട്ടുകളാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് കൂടി അവതരിപ്പിച്ചത്. അതിന്മേലുള്ള ചർച്ചയായിരിക്കും ഇനി 2 ദിവസങ്ങളിലായിട്ട് പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത്. അതിനുശേഷമാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതിൻ്റെ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യുക. മനു, ഈ തമിഴ്നാട് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ഹൗസ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള തമിഴ്നാട് സർക്കാരിൻ്റെ സംവിധാനമാണോ? അവിടെയാണോ പാർട്ടി കോൺഗ്രസിലെത്തിയ പ്രതിനിധികളൊക്കെ താമസിക്കുന്നത്? അത്ര വിപുലമായൊരു സംവിധാനമാണോ അത്? അതെ മനു, അതായത് ഇത് നമുക്ക് അതിൻ്റെ ഒരു കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തമിഴ്നാട് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെയുള്ള KTDC-യുടെ പോലെ തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ്. അവിടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ താമസിക്കുന്നത്. ഇവിടെയുള്ള തരിഗാമി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് വലിയ സുരക്ഷ ഉള്ള നേതാക്കന്മാരാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ളവരാണ്. അവരൊക്കെയാണ്, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ
കഴിയുകയും ചെയ്യുന്നത്. ഇന്നലെ ആയിരുന്നെങ്കിൽ നമുക്ക് രാവിലെ ഈ നേതാക്കന്മാരെല്ലാം തന്നെ രാവിലെ പ്രഭാത നടത്തത്തിനായി പുറത്തേക്ക് വന്നിരുന്നു. ആ സമയത്ത് നമുക്ക് ഇന്നലെ തരിഗാമിയുമായി എല്ലാം സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മഴ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച നല്ല മഴയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ ഇന്ന് പ്രഭാത നടത്തം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നേതാക്കന്മാരുമായി ഒന്നും രാവിലെ ഒപ്പം നടന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. ഏതായാലും തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, വഖഫുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ. ഓക്കെ, താങ്ക് യു സന്തോഷ്. അപ്പോൾ രാവിലെ സന്തോഷാണ് തമിഴ്നാട് ഹൗസിൽ നിന്ന് ഈ വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ പോലെ തമിഴ്നാട് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസാണ് തമിഴ്നാട് ഹൗസ്. അവിടെ നിന്നാണ് അദ്ദേഹം ഒരുപാട് മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നു. വലിയ സുരക്ഷയാണ്. കാരണം യൂസഫ് തരിഗാമിയൊക്കെ നമുക്കറിയാം വലിയ സുരക്ഷ ഉള്ള നേതാക്കൾ കൂടിയാണ്. വലിയ ഭീഷണികളുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ നിലപാടുകളുടെ പേരിൽ വലിയ ഭീഷണികൾ നേരിടുന്ന നേതാക്കളാണ്. ഒപ്പം തന്നെ മാണിക് സർക്കാരൊക്കെ ആ രീതിയിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്.